പ്രിയമുള്ളവരെ, വചനജ്വാല 1547 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 25 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഞങ്ങളുടെ ലക്ഷദ്വീപ് യാത്രയുടെ 3-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഇന്ന് ഏവർക്കും ലക്ഷദ്വീപിൽ നിന്നും 1000 ആശംസകൾ. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 10-ാം അധ്യായം 24 മുതൽ 34 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എൻ്റെ ജനമേ, ഈജിപ്തുകാർ ചെയ്തതുപോലെ അസീറിയക്കാർ തങ്ങളുടെ വടികൊണ്ട് പ്രഹരിക്കുകയും നിങ്ങൾക്കെതിരെ ദണ്ഡ് ഉയർത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടരുത്. എന്തെന്നാൽ അല്പസമയത്തിനുള്ളിൽ എൻ്റെ രോഷം ശമിക്കുകയും എൻ്റെ ക്രോധം അവരുടെ വിനാശത്തിനായി തിരിച്ചുവിടുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് ഓറേബിലെ പാറയ്ക്കടുത്ത് വെച്ച് മിദിയാനെ പ്രഹരിച്ചതുപോലെ അവരെയും പ്രഹരിക്കും. ഈജിപ്തിൽ വെച്ച് ചെയ്തതുപോലെ അവിടുന്ന് സമുദ്രത്തിന്റെ മേൽ ദണ്ഡ് ഉയർത്തിപ്പിടിക്കും. അന്ന് അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീക്കുകയും നിന്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടുകയും ചെയ്യും. അവൻ റിമ്മോനിൽ നിന്ന് വന്നു 5000-ലെത്തി മിഗ്രോണിലൂടെ കടന്ന് മിഗ്മാഷിൽ ചെന്നു. അവിടെ അവൻ തന്റെ സാമഗ്രികൾ സൂക്ഷിക്കുന്നു. അവർ ചുരം കടന്ന് ഗേബായിലെത്തി അവിടെ രാത്രി ചെലവഴിക്കുന്നു. റാമ വിറകൊള്ളുന്നു. സാവൂളിന്റെ ഗിബയ ഓടിമറയുന്നു. ഗാലിംപുത്രി ഉറക്കെ നിലവിളിക്കുക. ലയീഷ ശ്രദ്ധിക്കുക. അനേത്തോത്ത മറുപടി പറയുക. മത്മന്ന പലായനം ചെയ്യുന്നു. ഗബീ നിവാസികൾ രക്ഷ തേടി ഓടുന്നു. ഈ ദിവസം തന്നെ അവൻ നോബിൽ താമസിക്കും. സിയോൻ പുത്രിയുടെ മലയുടെ നേരെ, ജെറൂസലേം കുന്നിന്റെ നേരെ അവൻ മുഷ്ടി ചുരുട്ടും. സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും. ഉന്നത ശാഖകളെ വെട്ടിവീഴ്ത്തും. ഉയർന്നവയെ നിലം പതിപ്പിക്കും. അവിടുന്ന് വനത്തിലെ നിബിഡ ഭാഗങ്ങളെ കോടാലി കൊണ്ട് വെട്ടിവീഴ്ത്തും. ലെബനോൻ അതിൻ്റെ മഹാവൃക്ഷങ്ങളോടെ നിലം പതിക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയും രക്തസാക്ഷിയുമായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറീനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഒരു രാജകുടുംബത്തിൽ ജനനം. മാക്സിമിനൂസ് ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം വിജാതീയ തത്വശാസ്ത്രജ്ഞന്മാരോട് തർക്കിച്ച് അവരെ പരാജയപ്പെടുത്തി ക്രിസ്തു മതത്തിലേക്ക് ആനയിച്ചു. അക്കാരണത്താൽ തന്നെ ചക്രവർത്തി ശാസ്ത്രജ്ഞരെ തീയിൽ ദഹിപ്പിച്ചു. മാക്സിമിനൂസിന്റെ മൃഗീയമായ കാമത്തെ ശമിപ്പിക്കാൻ കാതറൈൻ കൂട്ടാക്കാത്തതുകൊണ്ട് വസ്തുവകകൾ കണ്ടുകെട്ടി നാടുകടത്തി. വീണ്ടും കുറെ കഴിഞ്ഞ് തിരികെ വിളിച്ച് വീണ്ടും നിർബന്ധിച്ചു. സമ്മതിക്കാത്തതിനാൽ ഒരു യന്ത്രത്തിൽ കിടത്തി അവയവങ്ങൾ വലിച്ചു കീറി ശിരസ് ഛേദിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഇവരുടെ അസാധാരണ പാണ്ഡിത്യവും
ദൈവഭക്തിയും പരിഗണിച്ച് സ്കൂളുകളുടെ മധ്യസ്ഥയായി തീർന്നു. പ്രിയമുള്ളവരെ, തത്വശാസ്ത്രജ്ഞന്മാർക്ക് അവൾ ഒരു മാതൃകയായി. നമുക്കും നമ്മളുടെ എല്ലാ സ്കൂളുകളുടെയും വിശുദ്ധ ഖാദറിൻ്റെ മാധ്യസ്ഥം യാചിക്കാം. ഇന്നത്തെ ഈ നല്ല ദിവസം എല്ലാവർക്കും ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.